ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ് മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രൈഫോൾഡ് ബ്രോഷർ ഡിസൈൻ, ലൈക്ക് ഒരു കോഫി ഷോപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ഷോപ്പിൻ്റെയോ ഒരു ബ്രോഷർ ഡിസൈൻ ക്യാൻവയിൽ എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. ഓക്കെ, സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ക്യാൻവയുടെ യൂസർ ഇൻ്റർഫേസ്. സോ ക്യാൻവ എന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ഗ്രാഫിക് ഡിസൈൻ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻവയിൽ ലോഗിൻ ചെയ്യാം. സോ ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രൈഫോൾഡ് ബ്രോഷർ ഡിസൈനാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്കിവിടെ ക്രിയേറ്റ് ഡിസൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ബ്രോഷറിന് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ലേഔട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ബ്രോഷറിൻ്റെ ഡിസൈൻസ് ലേഔട്ട്സുകൾ നമുക്കിവിടെ കാണാം. ഒന്ന് ബ്രോഷർ ലാൻഡ്സ്കേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രോഷർ ബൈഫോൾഡ് ഉണ്ട്. ബൈഫോൾഡ് എന്ന് പറഞ്ഞാൽ 2 മടക്കുള്ള ഒരു ബ്രോഷറാണ്. അതുപോലെ തന്നെ ബ്രോഷർ സി ഫോൾഡ് ഉണ്ട്. സി ഫോൾഡ് എന്ന് പറഞ്ഞാൽ ട്രൈഫോൾഡ്. ഓക്കെ, അപ്പോൾ സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രൈഫോൾഡ് ബ്രോഷർ ഡിസൈനാണ്. അപ്പോൾ ഞാൻ ഈ ട്രൈഫോൾഡ് ബ്രോഷർ അതിൻ്റെ 11x8.5 ഇഞ്ചാണ് അതിൻ്റെ ലേഔട്ടിൻ്റെ മെഷർമെൻറ്റ്. ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. സി ഫോൾഡ് ബ്രോഷർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു പുതിയ ഒരു ആർട്ട് ബോർഡ് നമുക്കിവിടെ കിട്ടും. ഇവിടെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബ്രോഷറിൻ്റെ നമുക്കിവിടെ പേര് കൊടുക്കാം. എന്ത് പേര് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. ജസ്റ്റ് ABC എന്ന് കൊടുത്തു, ജസ്റ്റ് ഫോർ. ഓക്കെ, ഞാനൊരു ABC എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ട്രൈഫോൾഡ് ബ്രോഷർ എന്ന് പറഞ്ഞാൽ 3 പാർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാം. നമുക്കിവിടെ ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് എന്ന് കാണാൻ നമ്മുടെ ബ്രോഷറിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മുടെ അതുപോലെ തന്നെ ഇത് കാണുന്ന നമ്മുടെ ബ്രോഷറിൻ്റെ മിഡിൽ സൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മിഡിൽ നിന്ന് കൊടുക്കാം. ഇത് നമ്മുടെ ബ്രോഷറിൻ്റെ മിഡിൽ സൈഡാണ്. ഓക്കെ, ഇത് നമ്മുടെ ബ്രോഷറിൻ്റെ ബാക്ക് സൈഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോഷറിൻ്റെ ബാക്ക് സൈഡാണ്. ഓക്കെ, സോ ഒരു ട്രൈഫോൾഡ് ബ്രോഷറിന് 3 പാർട്ട് ഉണ്ടാവും: ഫ്രണ്ട് സൈഡ്, മിഡിൽ സൈഡ് ആൻഡ് ബാക്ക് സൈഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഞാൻ വീണ്ടും ഡിസൈനിലേക്ക് വന്ന് ഞാൻ ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇവിടെ നിന്ന് ബ്രോഷർ സെലക്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് ബ്രോഷർ നമുക്ക് സെർച്ച് ചെയ്യാം. ബ്രോഷർ നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം 10 കണക്കിന് ബ്രോഷറിൻ്റെ ഡിസൈൻസിൻ്റെ ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം പലതരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ട്രൈഫോൾഡ് ബ്രോഷറിൻ്റെ ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണാം. നമുക്കിവിടെ ഒരു റെസ്റ്റോറൻറ്റ് ടെംപ്ലേറ്റ്സ് കാണാം. അതുപോലെ തന്നെ ഒരു ടൂർ പാക്കേജിൻ്റെ ഒരു ടെംപ്ലേറ്റ്സ് കാണാം, മീൻസ് ഒരു ബ്രോഷർ ടെംപ്ലേറ്റ്സ് കാണാം. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ടെംപ്ലേറ്റ്സ് കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് പ്രോ വെർഷനും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ വെർഷനും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് പ്രീമിയം വെർഷനും നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ഫ്രീ വെർഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ അതിനുവേണ്ടി ഞാൻ ഓൾ ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓൾ ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തൊട്ട് താഴെ നമുക്ക് ഫ്രീ വെർഷനാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ അപ്ലൈ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണുന്ന എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടെംപ്ലേറ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു ബ്രോഷർ നമുക്ക് നോക്കാം. ഞാനിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജ് GFXൻ്റെ ഒരു ട്രൈഫോൾഡ് ബ്രോഷർ ടെംപ്ലേറ്റ്സ് ഡിസൈനാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ രാജ് GFXൻ്റെ പറ്റിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് ഡിജിറ്റൽ ഏജൻസിയുടെ ഒരു ബ്രോഷർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഫൈനലി നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇതാണ് നമുക്ക് നമ്മുടെ കമ്പനിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ബ്രോഷർ. ഓക്കെ, അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു ലോഗോയുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി, നമ്മുടെ കോൺടാക്റ്റേഴ്സിൻ്റെ ഒരു പോർഷനുണ്ട്, അപ്പോൾ തന്നെ അബൌട്ട് കമ്പനിയുണ്ട്. ഓക്കെ, ഇത് ഇൻസൈഡിൽ നമുക്ക് നമ്മുടെ അവർ സർവീസ് ഉണ്ട്, വൈ ചൂസസ്, അതുപോലെ കമ്പനിയുടെ പ്രൊഫൈലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്തിട്ട് ഞാൻ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാൻ ജസ്റ്റ് മാക്സിമൈസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ഡോട്ട് ലൈൻ കാണാം. ഈ ഒരു ഡോട്ട് ലൈൻ കണ്ടില്ലേ? ഈ ഒരു ഡോട്ട് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ
ബ്രോഷറിൻ്റെ സേഫ് ഏരിയ ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമ്മുടെ ഫയലിൽ പോയിട്ട് നമുക്ക് ഷോ മാർജിൻ വ്യൂ സെറ്റിങ്സിൽ നമുക്ക് ഷോ മാർജിൻസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് പോകും. നമുക്ക് വീണ്ടും ചെയ്യണം, നമ്മുടെ ഫയലിൽ പോവാം, നമുക്ക് വ്യൂ സെറ്റിങ്സിൽ നമുക്ക് ഷോ മാർജിൻസ് ഓൺ ചെയ്തിടാം. ഈ ഷോ മാർജിൻ ഈ മാർജിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സേഫ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ഷോ മാർജിൻ നമുക്ക് ഓൺ ചെയ്തിടണം എപ്പോഴും. ഇനി നമുക്ക് എന്ത് വേണം, നമ്മുടെ രീതിയിലായിട്ട് നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യണം. ഞാനിതൊന്ന് മാക്സിമൈസ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് നമുക്കിവിടെ ലോഗോ, ഈ ഒരു ലോഗോ എനിക്കിവിടെ റിമൂവ് ചെയ്ത് കളയാം. എനിക്ക് ഈ ലോഗോ ഇവിടെ പ്ലേസ് ചെയ്യേണ്ട, ഈ ലോഗോ ഞാൻ മാറ്റി. എനിക്ക് എൻ്റെ ലോഗോ പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തൊട്ട് താഴേക്ക് ഒന്ന് പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ വേണം എൻ്റെ ലോഗോ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്ത് വേണം, ഞാനിവിടെ അപ്ലോഡ്സിൽ പോവാം. അപ്ലോഡ്സിൽ പോയിട്ട് ഓൾറെഡി എൻ്റെ ലോഗോ ഉണ്ട്. ഈ ലോഗോ ഇല്ലെങ്കിൽ എന്ത് നമുക്കിവിടെ വേണം, ഞാനിത് കാണിച്ചു തരാം എങ്ങനെ ലോഗോ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. ഞാനിത് മൂവ് ടു ത്രാഷ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ അപ്ലോഡ്സ് ഫയൽസ് പോവുക. അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് നമുക്കിവിടെ നമ്മുടെ ഫോൾഡറിൽ നമ്മുടെ ലോഗോ ഉണ്ടോ, ലോഗോ സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഡ്രൈവിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ആ ഫയൽ ഇമ്പോർട്ട് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഗോ ഇവിടെ കിട്ടി. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ ജസ്റ്റ് ഇങ്ങനെ മാക്സിമൈസ് ചെയ്യാം. നമ്മുടെ ലോഗോ മാക്സിമൈസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഒന്നും കൂടി ഒന്ന് അതിൻ്റെ സൈസ് കുറയ്ക്കാം. ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം, ഇതിൻ്റെ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് പ്ലേസ് ചെയ്യാം. ഈ അലൈൻമെൻറ്റിന് വേണ്ടി നമുക്കിവിടെ റൂളർ സെലക്ട് ചെയ്യാം. റൂളർ സെലക്ട് ചെയ്ത് നമുക്കിവിടെ കറക്റ്റായിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ് GFX ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് ഡിജിറ്റൽ ക്രിയേറ്റീവ് ഏജൻസി എന്ന് പറയുന്നത് നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കിതിനൊന്ന് കസ്റ്റമൈസ് ആയി നമുക്കൊരു ഡിജിറ്റൽ ക്രിയേറ്റീവ് ഏജൻസിയാണ്. അപ്പോൾ ഡിജിറ്റൽ ക്രിയേറ്റീവ് ഏജൻസി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ രീതിയിലുള്ള കളേഴ്സ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രാൻഡ് കളർ നമുക്കിവിടെ വരും. നമ്മുടെ ബ്രാൻഡ് കളർ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്രാൻഡ് കളർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കളറിനെ നമുക്കിവിടെ നമ്മുടെ ബ്രാൻഡ് കളറായിട്ടുള്ള ഈ ഒരു കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രാൻഡ് കളർ നമുക്ക് ഡിജിറ്റൽ ക്രിയേറ്റീവ് ഏജൻസിക്ക് നമ്മുടെ ബ്രാൻഡ് കളർ കൊടുത്തു. ഓക്കെ, ഇനി എന്ത് വേണം, നമുക്ക് ഇവിടെ ഈ ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്ത് വേണം, നമുക്ക് നമ്മുടെ ബ്രാൻഡ് കളർ കൊടുക്കാം. ഈ ഒരു കളർ ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് ചേഞ്ച് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ആ ഒരു കളർ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ചേഞ്ച് ഓൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും നമ്മുടെ ആ സെയിം കളർ നമുക്കിവിടെ കിട്ടും. ക്ലിയർ ആയില്ലേ? ഇവിടെ ഐക്കണ്ട അവിടെയും അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ തൊട്ട് താഴെ എല്ലായിടത്തും നമ്മുടെ ബ്രാൻഡ് കളർ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ മാറ്റി നമുക്കൊരു ബ്ലാക്ക് കളർ നമുക്ക് മാറ്റി നമുക്ക് റെഡ് കളർ കൊടുക്കണം. എന്ത് വേണം, നമുക്ക് ഈ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒറ്റ കളറുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, കൺട്രോൾ സെറ്റ്, നമുക്ക് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യും. ഇവിടെ ഇത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്കിത് ലോക്ക് ചെയ്യാം. ഓക്കെ, ആ കളർ ലെയർ നമുക്കിവിടെ ലോക്ക് ചെയ്യാം. ലോക്ക് ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഈ കളർ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ നമ്മുടെ ബ്രാൻഡ് കളർ നമുക്കിവിടെ കൊടുക്കാം. ഈ ഒരു കളർ കൊടുത്താൽ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, നമുക്ക് ചേഞ്ച് ഓൾ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്കിത് മിനിമൈസ് ചെയ്യാം. ഐ തിങ്ക് നോട്ട് ബാഡ്. ഓക്കെ, വേണ്ട, നമുക്ക് ബ്ലാക്ക് കളർ തന്നെ കുറച്ചും കൂടി നമുക്ക് ഭംഗി. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് വരെ നമ്മുടെ ബ്രാൻഡിൻ്റെ കളറായിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് കളർ നമുക്ക് കൊടുക്കാം. നമുക്ക് ചേഞ്ച് ഓൾ കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമുക്കിത് അൺലോക്ക് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ കോൺടാക്റ്റ് സെലക്ട് ചെയ്യാം. നമുക്കത് മാക്സിമൈസ് ചെയ്യാം. നമ്മുടെ കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ കോൺടാക്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഫോണിൻ്റെ അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കാം. +91 9847 265270 എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇമെയിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. rajgfx info@rajgfx.com കൊടുക്കാം. info@rajgfx.com നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ തന്നെ അഡ്രസ്സ് നമുക്ക് എന്ത് അഡ്രസ്സ്, ഓക്കെ, ഈ അഡ്രസ്സ് കൊടുക്കില്ല. നമുക്ക് എന്ത് അഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊന്നും മിനിമൈസ് ചെയ്തിട്ടു. ഓക്കെ, ഇപ്പോൾ അബൌട്ട് യുവർ കമ്പനി നമുക്ക് ജസ്റ്റ് മാക്സിമൈസ് ചെയ്യാം. അബൌട്ട് കമ്പനി. അപ്പോൾ ഈ അബൌട്ട് കമ്പനിക്ക് നമ്മുടെ കളർ നമുക്ക് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രാൻഡ് കളർ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളർ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കളർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അബൌട്ട് കമ്പനി. അതുപോലെ കോൺടാക്റ്റേഴ്സ് നമുക്ക് നമ്മുടെ ബ്രാൻഡ് കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുക. സിയോൾ കൊടുക്കുക. നമുക്ക് നമ്മുടെ ഈ ഒരു കളർ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ബെറ്റർ ഈ ഒരു കളർ ആയിരിക്കുന്നു.
ഓക്കെ, ഇനി നമുക്കിവിടെ കണ്ടൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം, നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാം. നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഞാനിതൊരു ലോറം ഇപ്സത്തിൻ്റെ കണ്ടൻറ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ട് രീതിയിലുള്ള ഒരു കണ്ടൻറ്റ്സ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ടേക്ക് യുവർ ബിസിനസ് ടു ദ നെക്സ്റ്റ് ലെവൽ, നിങ്ങളുടെ സ്ലോഗൻ ആണെങ്കിൽ നമുക്കിവിടെ സ്ലോഗൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിതൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഓൾറെഡി നമുക്കിതൊക്കെ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി നമുക്ക് ഇന്നർ സൈഡ് പേജിലേക്ക് വരാം. ഇന്നർ സൈഡ് പേജിൽ നമുക്കിവിടെ വരുമ്പോൾ അവർ കമ്പനിയുടെ പ്രൊഫൈലുണ്ട്. അപ്പോൾ കമ്പനി പ്രൊഫൈൽ നമുക്കിവിടെ 2023 മാറ്റി നമുക്ക് 2024 ആക്കാം. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. നമ്മുടെ ബ്രാൻഡ് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓൾ കൊടുക്കുക. നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ ചേഞ്ച് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ആ എല്ലാ കളേഴ്സും അത് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളർ സെലക്ട് ചെയ്യാം, പോവുക. നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ള ആ ബ്രാൻഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് സർവീസസിലേക്ക് വരാം. ഈ സർവീസസിൻ്റെയും കളേഴ്സ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ബ്രാൻഡ് കളറായിട്ട് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്ത് വേണം, നമുക്കിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ക്രിയേറ്റീവ് ഐഡിയ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പകരം നമുക്കിവിടെ ഫസ്റ്റ് എന്ത് കൊടുക്കാം, നമുക്കിവിടെ UI UX ഡിസൈൻ കൊടുക്കാം. UI ആൻഡ് UX ഡിസൈൻ കൊടുക്കാം. UI ആൻഡ് UX ഡിസൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ക്രിയേറ്റീവ് ഐഡിയയ്ക്ക് പകരം നമുക്ക് ബ്രോഷർ ഡിസൈൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഡിസൈൻ കൊടുക്കാം. ഓക്കെ, വെബ്സൈറ്റ് ഡിസൈൻ കൊടുക്കാം. വെബ്സൈറ്റ് ഡിസൈൻ. ഓക്കെ, ഇനി നമുക്കിവിടെ എന്ത് വേണം, നമുക്കിവിടെ ബ്രാൻഡിങ് കൊടുക്കാം, ലോഗോ ഡിസൈൻ ആക്കാം. അപ്പോൾ ബ്രാൻഡിങ് കൊടുക്കാം, ബ്രാൻഡിങ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ കളർ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. UI UX ഡിസൈൻ്റെ നമുക്ക് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ബ്രാൻഡിങ് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. എനിക്ക് ഈ വേണ്ടത് നമ്മുടെ ബ്രാൻഡിങ് കളർ ഈ ഒരു ബ്ലാക്ക് കളർ മതി. ഓക്കെ, സെലക്ട് ചെയ്യാം. അതുപോലെ ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. വെബ്സൈറ്റ് ഡിസൈൻ സെലക്ട് ചെയ്യാം. നമ്മുടെ ബ്രാൻഡ് കളേഴ്സ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ബ്രാൻഡിങ് സെലക്ട് ചെയ്യാം. നമ്മുടെ ബ്രാൻഡ് കളർ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വൈ ചൂസസ് അവർ കമ്പനി പ്രൊഫൈൽ, അതുപോലെ തന്നെ ബെസ്റ്റ് സർവീസസ്, UI UX ഡിസൈൻ, വെബ്സൈറ്റ് ഡിസൈൻ ആൻഡ് ബ്രാൻഡിങ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കിവിടെ സീഡ് ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആയിട്ട് രീതിയിലുള്ള ഒരു ക്യാപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് മിനിമൈസ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഇമേജസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഈ ഇമേജസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അൺസ്പ്ലാഷിൽ പോവാം. അൺസ്പ്ലാഷ് എന്ന് പറഞ്ഞ് ഒരു ഫ്രീ ആയിട്ടും അപ്പോൾ അതിന് പ്രീമിയം ആയിട്ട് നമുക്ക് ഫോട്ടോസ് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അൺസ്പ്ലാഷിൽ പോയിട്ട് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്കൊരു ഇവിടെ സെർച്ച് ചെയ്യാം. കമ്പ്യൂട്ടർ പീപ്പിൾ എന്ന് കൊടുക്കാം. കമ്പ്യൂട്ടർ പീപ്പിൾ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഫോട്ടോസ് കിട്ടും. അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്യാം ഡിസൈൻ. ഇവിടെ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രാഫിക് ഡിസൈൻ എന്നോട് കൊടുക്കാം. ഗ്രാഫിക് ഡിസൈൻ എന്ന് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ലോഡ് മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത് അൺസ്പ്ലാഷ് പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് സെലക്ട് ചെയ്യാൻ ഒരു സ്മോൾ ഐറ്റം ഞാൻ സ്മോൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് വേണം, ഞാനിവിടെ നമ്മുടെ ക്യാൻവയിലേക്ക് വരാം. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഇമേജ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി എന്ത് വേണം, ഞാനിവിടെ നമ്മുടെ അപ്ലോഡ് ഫയൽസ് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്ലോഡ് ഫയൽസിൽ ഡൗൺലോഡ്സിൽ പോവാം. ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക്
ജസ്റ്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ അത് മാസ്ക് ആവും. ഓക്കെ, ഇനി നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ഇമേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുക, അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അൺസ്പ്ലാഷിൽ വരാം. അൺസ്പ്ലാഷിൽ വന്നിട്ട് നമുക്കിവിടെ നമുക്ക് സെർച്ച് ചെയ്യാം, ഓഫീസ് പീപ്പിൾ എന്ന് സെർച്ച് ചെയ്യാം. ഓഫീസ് പീപ്പിൾ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്കവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, ഡൗൺലോഡ് കൊടുക്കാം. നമുക്കിവിടെ ഡൗൺലോഡ്, നമുക്ക് വേറെ ഫോട്ടോസ് കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഡൗൺലോഡ്, നമുക്ക് ഡൗൺലോഡ് എനിക്ക് 640 × 426, ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, വീണ്ടും നമ്മളിവിടെ ക്യാൻവയിലേക്ക് വന്നു. നമുക്കിവിടെ അപ്ലോഡ് ഫയൽസ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് അത് ഇൻസെർട്ട് ചെയ്യാം. ഫ്രെയിം സെലക്ട് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഇൻസെർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഔട്ടറിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇനി എന്ത് വേണം നമുക്കിവിടെ? ഇനി അതുപോലെ നമുക്ക് ഇവിടുത്തെയും ഇമേജസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി വീണ്ടും നമുക്ക് അൺസ്പ്ലാഷി വരാം. അൺസ്പ്ലാഷി വന്നിട്ട് ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ഇമേജിന് ഞാൻ ഒരു ഐ തിങ്ക് ഒരു ഇത് തന്നെ മതി, സ്മോൾ തന്നെ മതി. നമുക്ക് സ്മോൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് ക്യാൻവയിലേക്ക് വരാം. ഈ ഇമേജ് സെലക്ട് ചെയ്യുക, അത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് വീണ്ടും നമുക്ക് അപ്ലോഡ് ഫയൽസിൽ പോവാം. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് അത് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക, കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഔട്ടറിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആയില്ല? ഇനി ജസ്റ്റ് നമുക്കൊന്ന് മിനിമൈസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ക്യാൻവയിൽ നമ്മളൊരു ട്രൈഫോൾഡ് ബ്രോഷർ ഡിസൈൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്തു, നമ്മൾ ക്യാൻവയിൽ നമ്മുടെ കമ്പനിയുടേതായ രീതിയിലുള്ള ഒരു ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ആ ടെംപ്ലേറ്റിനെ നമ്മുടെ കമ്പനിയുടേതായ രീതിയിൽ നമ്മൾ അതിനെ കസ്റ്റമൈസ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇന്നർ സൈഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. സോ അതിനുവേണ്ടി ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻസ്, ഈ ഡൗൺലോഡിൻ്റെ ലിങ്ക് സെലക്ട് ചെയ്യുക, ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സജസ്റ്റ് ചെയ്തതിന് PNG ആണ്, നമുക്കിവിടെ JPEG കിട്ടും. അപ്പോൾ ഞാൻ JPG സെലക്ട് ചെയ്തു. JPG സെലക്ട് ചെയ്തിട്ട് എന്ത് വേണം? എനിക്കിവിടെ ഓൾ പേജസ് ഉണ്ട്. ഞാനിവിടെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഓൾ പേജസ്, പേജ് 1 ഉണ്ട്, പേജ് 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പേജ് 1 പേജ് 2 ഞാൻ ടിക്ക് ചെയ്തിട്ട് ഡൺ കൊടുത്തു. ഇനി എന്ത് വേണം? എനിക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തു, ഡൗൺലോഡ് ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡൗൺലോഡ്സിൽ പോയി നോക്കാം. നമ്മുടെ ഫയൽ അവിടെ, നമ്മുടെ ഡിസൈൻസ് അവിടെ വന്ന് നോക്കാം. അപ്പോൾ ഡൗൺലോഡ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സിപ്പ് ഫോൾഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സിപ്പ് ഫോൾഡർ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ട്രൈഫോൾഡ് ബ്രോഷർ ഡിസൈൻ്റെ ഫ്രണ്ട് പേജ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ബാക്ക് പേജ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ട്രൈഫോൾഡ് ബ്രോഷർ ഡിസൈൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.